ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മുട്ടക്കറിയാണ്. ചപ്പാത്തിയോടൊപ്പം അപ്പത്തിൻ്റെയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 മുട്ടയാണ്. നമ്മൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും മുട്ട എടുക്കാവുന്നതാണ്. പിന്നെ മീഡിയം സൈസിലുള്ള 3 ഉള്ളി എടുത്തു, അത് ചെറുതായി അരിഞ്ഞെടുത്ത് വെക്കണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും ഒരു ചെറിയ സ്പൂണ് ജിഞ്ചർ പേസ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പേസ്റ്റാക്കി വെക്കാൻ വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് ഞാൻ 2 തക്കാളി, പിന്നെ ഒരു ഒനിയൻ, കുറച്ച് നല്ലോണം തന്നെ മല്ലിയിലയും വേണം, പിന്നെ കുറച്ച് ഗാർലിക്, ഒരു 5-6 ഗാർലിക് വേണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 4-5 ബദാം എടുത്തിട്ടുണ്ട്. നോർമലായിട്ട് അണ്ടിപ്പരിപ്പായാലും യൂസ് ചെയ്യാം, ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കൊറിയൻഡർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ വേണം, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. ഞാനിത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ആദ്യം ചൂടായ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. കോക്കനട്ട് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ വേണ്ടത് 2-3 പീസ് പട്ടയുടെ കഷ്ണം വേണം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 2 ഗ്രാമ്പു, 1 ഏലക്കായ്, പിന്നെ കുറച്ച് ഒരു ചെറിയൊരു സ്റ്റാർ ഷേപ്പുള്ളൊരു ഗരം മസാലയിലിടുന്നില്ലേ, അതും കൂടെ വേണം. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. അതും ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി ഇനി നന്നായി വഴറ്റണം. ഉള്ളി നല്ല ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം, എന്നാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഉള്ളി നോക്കുമ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഉള്ളി ഈ ബ്രൗൺ നിറമായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതൊരു 2 മിനിറ്റ് മതിയാകും. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മല്ലിയിലയും തക്കാളിയെല്ലാം ചേർത്ത് അരച്ചിട്ടുള്ള പേസ്റ്റില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായി ചേർത്തതിന് ശേഷം ഇതും നന്നായി വഴറ്റിയെടുക്കണം. ഇതിനും ഒരുമാതിരി ഒരു മല്ലിയിലേക്കുള്ള ഒരു മണം ഉണ്ടാവില്ലേ, ആ മണമെല്ലാം മാറി എണ്ണ കുറച്ച് തെളിഞ്ഞു വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. അതിങ്ങനെ നന്നായി വഴറ്റുമ്പോൾ അതിൻ്റെ ആ പച്ച കളർ മാറിയിട്ട് കുറച്ച് കളർ മാറുന്നത് കാണാം. അപ്പോൾ ആ കളർ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം.
അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അതിൽ ആ സമയത്ത് ഞാൻ സാൾട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പൊടിയുടെയും എല്ലാം നന്നായി മിക്സ് ആവുന്നത് വരെ ഒരു 2 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 കപ്പ് ഹോട്ട് വാട്ടർ ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം 1 കപ്പ് ഹോട്ട് വാട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് ഹോട്ട് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കണം. അത് ഞാൻ ആ ജാറിൽ ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പം കുറച്ച് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ട് ആ നല്ല പച്ചമണം എല്ലാം മാറി ആ എണ്ണ തെളിയുന്നത് വരെ കുറച്ച് നേരം മൂടി വെച്ച് തിളപ്പിക്കണം. ആ ഗ്രേവി അവിടെ നിന്ന് തിളക്കുന്ന ടൈമിൽ നമ്മൾക്ക് ഈ എഗ്ഗില്ലേ അതിൽ ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം. ആ മസാലയെല്ലാം ഒന്ന് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ ഗ്രേവി എന്തായെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ട് ഇപ്പം നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഗ്രേവിയെ മുട്ടയിൽ നല്ലോണം കവർ ചെയ്യുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചെറു തീയിൽ കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റെല്ലാം മതിയാകും. ശേഷം ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചെറുതീയിൽ തന്നെ നന്നായി കുറച്ച് നേരം കൂടെ വെച്ചാൽ ആ ഗ്രേവിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടും. ഇപ്പോൾ ആ ഗ്രേവി മുട്ടയിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ ടീസ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണത്. ചെറിയൊരു മധുരവും കൂടെ തോന്നാൻ വേണ്ടിയിട്ടാണ്. ഞാനിനി ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തിയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് കസൂരി മേത്തി നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് ചെറു തീയിൽ ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ ചേർക്കാണ്ട് തന്നെ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒപ്പം കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ.